Yes, finally, Joseph Vijay Chandrasekhar, also known as Dalapati Vijay, has moved out of Tamil cinema. ശരിക്കും വിജയിനെ തമിഴ് സിനിമ മിസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി യെസ് എന്ന് പറയാൻ പറ്റും. ഒരുപക്ഷെ തമിഴ് സിനിമയേക്കാൾ അപ്പുറം ഇന്ത്യൻ സിനിമ ഒരുപക്ഷെ ആ താരത്തിനെ മിസ് ചെയ്യും. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള സിനിമ ആരാധകർക്ക് വിജയ് സിനിമകൾ ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ആണ്. ഒരുപാട് തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെടുന്ന, ആരാധകരെ അത്രത്തോളം ഫാസിനേറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് സിനിമകൾ വിജയ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സിനിമയായിട്ടുള്ള ജനനായകൻ റിലീസിനെ ഒരുങ്ങുമ്പോൾ അതിൻ്റെ ഓഡിയോ ലോഞ്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഓഡിയോ ലോഞ്ചായിരുന്നു മലേഷ്യയിൽ നടന്ന ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച്. തമിഴ്നാട്ടിൽ നടത്താനുള്ള ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് അവിടേക്ക് മലേഷ്യയിലേക്ക് ഇവൻ്റ് മാറ്റുന്നതും വലിയൊരു സക്സസ്ഫുൾ ഇവൻ്റ് അതാകുന്നത്. അതിൽ വിജയ് തന്നെ പറഞ്ഞു, ഇതാണ് എൻ്റെ അവസാന സിനിമ, ഞാൻ സിനിമയിൽ നിന്നും മൂവ് ഔട്ട് ചെയ്യുകയാണെന്നുള്ളത്. 2024 ഫെബ്രുവരിയിലാണ് അദ്ദേഹം അവസാന സിനിമയായിട്ടുള്ള ജനനായകൻ്റെ ഉൾപ്പെടെ അനൗൺസ്മെൻ്റ് അടക്കം നടത്തുന്നത്. അതിനുശേഷം പലതരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. വിജയ് സിനിമയിൽ ഇനിയും സജീവമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടാകും. രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിച്ചാലും ഒരുപക്ഷെ വിജയ്ക്ക് മടങ്ങി വരാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊക്കെ. എന്നാൽ ഇന്നലെ വിജയ് എന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ അവസാന സിനിമ, ഇനി വിജയ് എന്ന നടനിൽ നിന്നും നിങ്ങൾക്കൊരു സിനിമ ഉണ്ടാകില്ല എന്നുള്ളത്. ശരിക്കും ആരാധകർക്ക് ഇന്നലത്തോടു കൂടിയാണ് വിജയ് ശരിക്കും തമിഴ് സിനിമയിൽ നിന്ന് അല്ലെങ്കിൽ മൂവ് ഔട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഏകദേശം ഒന്ന് റിയലൈസ് ചെയ്തു. ശരിക്കും വിജയ് സിനിമ തമിഴ് സിനിമയുടെ ഒരു കൾച്ചറലിൻ്റെ ഭാഗമായിരുന്നു. കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ വിജയ് സിനിമ റിലീസ് ആകുന്നത് തന്നെ ഒരു ടൈം ലൈൻ വെച്ചിട്ടാണ്. ഫസ്റ്റ് ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും, അതുകൊണ്ട് ഒരു ഫസ്റ്റ് ലുക്ക് ഉണ്ടാവും, ഒരു സെക്കൻഡ് ലുക്ക്, ഒരു ഫസ്റ്റ് സിംഗിള്, ടീസർ, പിന്നെ ഒരു സെക്കൻഡ് സിംഗിള്, പാട്ട്, ഓഡിയോ ലോഞ്ച്, റിലീസ് എന്നിങ്ങനെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വന്നിരുന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഇനി കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തിയേറ്ററിൽ നമ്മൾ അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റാറിൻ്റെ സിനിമ ഇനി പുതുതായി ഉണ്ടാകില്ല എന്നുള്ളതൊക്കെ ആരാധകർക്ക് വലിയൊരു നിരാശ തന്നെയാണ്. അതിനിടയിൽ ജനനായകൻ ഭഗവത് കേസരിയുടെ റീമേക്ക് കാണുന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ഡയറക്ടർ തന്നെ കൺഫേം ചെയ്തു, ഇതൊരിക്കലും ഒരു റീമേക്ക് അല്ല. ചില സീനുകൾ ചിലപ്പോൾ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇതൊരു പ്രോപ്പർ ദളപതി വിജയ് മൂവി തന്നെയാണെന്നുള്ളത്. അപ്പോൾ ആരാധകർക്ക് ശരിക്കും ജനനായകനുള്ള പ്രതീക്ഷകൾ ഉയരുകയാണ് ചെയ്യുന്നത്. കാരണം ഭഗവത് കേസരി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ബാലയ്യ സിനിമയാണ്, ഭയങ്കര അടിപൊളി സിനിമയാണ്, നാഷണൽ അവാർഡ് വിന്നിങ് സിനിമയാണ് ഓൾസം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ ആ സിനിമ ആയിരിക്കുമോ വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന് പലരും സംശയിച്ചിരുന്നു. എന്നാൽ അതല്ലാന്ന് ഡയറക്ടർ തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് എല്ലാവരുടെയും സ്പീച്ച് വളരെയധികം ഇമോഷണൽ ആയിരുന്നു. നമുക്കത് സ്പീച്ചിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് വരും ദിവസങ്ങളിൽ വരാൻ സാധിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്, റീലുകൾ കാണുന്നുണ്ട്. വൺ ലാസ്റ്റ് ഡാൻസ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഡാൻസ് കളിക്കുന്നുണ്ട്. ഒരുപാട് വിൻറ്റേജ് വിജയ് മൂവ്മെൻറ്റ്സ് ഉണ്ടായ ഒരു ഇവൻ്റ് ആയിരുന്നു ശരിക്കും മലേഷ്യയിൽ നടന്നിട്ടുള്ള ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് അല്ലെങ്കിൽ ദളപതി തിരുവീര. നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയ് എന്ന നടൻ്റെ കരിയറിൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും അൺറേറ്റഡ് ആയിട്ടുള്ള ഫാക്ടർ, വിജയാണ് ഏറ്റവും കൂടുതൽ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് യങ് ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളത്. വിജയുടെ കരിയറിൻ്റെ തുടക്കം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടക്കാലങ്ങളിൽ അദ്ദേഹം പുതിയ ഡയറക്ടേഴ്സിനെ തേടി പോകുന്നതും അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പുതിയ ഹിറ്റുകൾ കൊടുക്കുന്ന ശൈലി നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ്. നമുക്കറിയാം, 2010 ശേഷമാണ് വിജയുടെ കരിയറിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കുന്നത്. ആ ചേഞ്ച് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തുപ്പാക്കിയാണ്. തുപ്പാക്കിക്ക് ശേഷമാണ് അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് വലിയ ഹിറ്റുകൾ തമിഴ് സിനിമയ്ക്ക് നൽകാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഒരു റഫ് പാച്ച് ഉണ്ടായിരുന്നു. സിനിമകളുടെ നിലവാരത്തിൽ വളരെയധികം വിമർശനങ്ങൾ നേരിട്ടൊരു സമയം ഉണ്ടായിരുന്നു. സുറ പോലെയുള്ള സിനിമകൾ, ആദി പോലെയുള്ള സിനിമകൾ, കുരുവിയിലെ ചില സീനുകളൊക്കെ ഇന്നും ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അതിനൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് മറുപടിയാണ് തുപ്പാക്കിയുടെ വിജയത്തിലൂടെ വിജയ് നൽകിയത്. തുപ്പാക്കിക്ക് ശേഷം ഇറങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഗോട്ട് വരെ വലിയ രീതിയിൽ സാമ്പത്തിക വിജയങ്ങൾ നേടിയിട്ടുള്ള സിനിമകളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആരാധകർക്ക് ഇഷ്ടപ്പെട്ട 1-2 സിനിമകൾ മേഴ്സലും അല്ലെങ്കിൽ ലിയോ ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ മാസ്റ്റർ നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം, യങ് ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ AR മുരുകദാസായിട്ട് 3 സിനിമകളാണ് ഈ ഒരു കാലയളവിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒന്ന് തുപ്പാക്കിയാണ്, പിന്നെ ഒന്ന് കത്തിയാണ്, പിന്നെ അതിനുശേഷം ചെയ്തത് സർക്കാരാണ്. നെൽസനായിട്ട് കൊളാബ് ചെയ്ത് ബീസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകേഷായിട്ടും ലിയോ ചെയ്തു, അതിനു മുമ്പ് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആറ്റ്ലി ആയിട്ട് 3 സിനിമകൾ. ആ 3 സിനിമകളും വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് വിജയം നേടിയ 3 സിനിമകളാണ്.
വെങ്കിട്ട് പ്രഭു ആയിട്ടുള്ള കൊളാബറേഷനിൽ ഗോട്ട് വന്നു, വംശി പൈഡിപ്പള്ളിയായിട്ട് വാരിസ് വന്നു. ഇതെല്ലാം വേറിട്ട ഒരു കൈൻഡ് ഓഫ് കൊളാബറേഷൻസ് തന്നെയാണ്. അതിനൊടുവിലാണ് എച്ച് വിനോദായിട്ടുള്ള കൊളാബറേഷൻ. വിജയ് എന്ന ആക്ടർ എപ്പോഴും ഭയങ്കര അധികം പുതുമ തേടി പോവുക എന്നതിനേക്കാൾ ഉപരി ആരാധകർക്ക് എന്ത് വേണോ അത് വളരെയധികം മികച്ച രീതിയിൽ ഡെലിവറി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന സിനിമ മേഴ്സലാണ്. ഒരു പാക്കേജ് സിനിമ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ആറ്റ്ലി എന്ന ഡയറക്ടറിൻ്റെ ഏറ്റവും റേഞ്ചുള്ള സിനിമകളിലൊന്ന് മേഴ്സൽ തന്നെയാണ്. കാരണം ഒരുപക്ഷെ വലിയ സക്സസ് അതിനുശേഷം കൊടുത്ത ജവാനേക്കാളും അല്ലെങ്കിൽ ഈവൻ ബിഗിലിനേക്കാളും ആരാധകർക്ക് ഫേവറേറ്റ് മേഴ്സൽ തന്നെയായിരിക്കും ഇപ്പോഴും. കാരണം ഒരു സ്റ്റാറിൻ്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഡോമിനേഷൻ കണ്ട സിനിമകളിലൊന്നായിരുന്നു മേഴ്സൽ. 3 റോളുകളിൽ വിജയനെ പ്ലേസ് ചെയ്യുന്നു. ആ പ്ലേസ് ചെയ്യുന്നതിൻ്റെ അപ്പുറം അത് മികച്ച ട്രീറ്റ്മെൻ്റ് ആയിട്ട് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. ഒരുപക്ഷെ വിജയുടെ കഴിഞ്ഞ 10 വർഷത്തിലെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്ത സിനിമകളിലൊന്ന് ഡെഫിനറ്റ്ലി മേഴ്സൽ തന്നെയാണ്. വിജയ് എന്ന സ്റ്റാറിനെ തമിഴ് സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ മിസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മിസ് ചെയ്യേണ്ടി വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മാസ്റ്റർ സിനിമയാണ്. തിയേറ്ററിലേക്ക് ആളുകൾ വരുമോ എന്ന് ഏവരും ഉറ്റുനോക്കിയിരുന്ന സമയമായിരുന്നു അത്. കോവിഡ് അനന്തരം അല്ലെങ്കിൽ കോവിഡ് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് 1 വർഷമാവാത്ത സമയത്താണ് മാസ്റ്റർ തിയേറ്ററുകളിലേക്ക് റിലീസാകുന്നത്. അന്ന് വമ്പൻ OTT ഓഫറുകളൊക്കെ ഉണ്ടായിട്ടും വിജയ് ഒരു സ്റ്റാൻഡ് എടുത്തു, അത് നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യാന്നുള്ളത്. 50% കപ്പാസിറ്റിയിൽ ഫസ്റ്റ് ഡേ തന്നെ മികച്ച കളക്ഷൻ മാസ്റ്റർ സിനിമയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അതേസമയം തിയേറ്ററിക്കലി ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള വിജയമാണ് മാസ്റ്റർ നേടിയത്. കോവിഡ് അനന്തരം ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയവും മാസ്റ്ററിന് തന്നെയായിരുന്നു. അതിനുശേഷം തമിഴ് സിനിമയ്ക്ക് ഇടക്കാലങ്ങളിൽ എന്ത് രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നം വന്നാലും വിജയ് സിനിമയാണ് വലിയ രീതിയിൽ അത് സോൾവ് ചെയ്യുന്നതെന്ന് എപ്പോഴും നമുക്ക് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ലിയോ സിനിമയുടെ വിജയം, അല്ലെങ്കിൽ ശരാശരി റിവ്യൂവിനപ്പുറം വരാതിരുന്ന ഗോട്ട് പോലും ബോക്സ് ഓഫീസിൽ വലിയ സാമ്പത്തിക വിജയമാണ് നേടിയത്. ബിഗിലും അത്തരത്തിൽ മിക്സഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ മിക്സഡ് പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ട് വലിയ സാമ്പത്തിക വിജയം നേടിയ സിനിമയാണ്. വാരിസും അങ്ങനെ തന്നെയാണ്. വലിയ രീതിയിലുള്ള സാമ്പത്തിക വിജയം പ്രൊഡ്യൂസർക്ക് നേടിക്കൊടുക്കാൻ വിജയ് സിനിമകൾക്ക് എപ്പോഴും സാധിക്കാറുണ്ട്. അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കരിയറിൻ ഉച്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി വരിക എന്നുള്ളത്. എന്താണ് കരിയറിൻ ഉച്ചെന്ന് അന്നും വിമർശകർ ഓപ്പണായിട്ട് ചോദിക്കേണ്ടത്. ഒരു താരം ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിക്കുന്ന ലെവലിൽ നിന്നും അദ്ദേഹം സിനിമയിൽ നിന്നും റിട്ടയർമെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നു. അതും അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് തീരുമാനിക്കുന്നു. അതിനപ്പുറം സ്വന്തമായൊരു പാർട്ടി തുടങ്ങുന്നു. അതിനപ്പുറം ഏതൊരു സ്റ്റാറും അല്ലെങ്കിൽ ഏതൊരു ഡയറക്ടറും വിജയ്ക്ക് വേണ്ടി തിരക്കഥകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്ന് ഇനിയൊരു സിനിമ ഇല്ല എന്ന് അദ്ദേഹം ഡിസൈഡ് ചെയ്യണം. മാത്രമല്ല അദ്ദേഹം സിനിമ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഡേറ്റുകൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വിജയ് എന്നൊരു ആക്ടറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വിജയ് എന്ന സ്റ്റാറിനുണ്ട്. അവിടുന്ന് ഈ കാരണങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, ഇനി മുതൽ സിനിമയില്ല, സജീവ രാഷ്ട്രീയമാണ് ഇനി എൻ്റെ ജീവിതമെന്ന് അദ്ദേഹം പറയുന്നു. അവിടെയാണ് ഒരുപക്ഷെ വിജയ് എന്ന നടൻ്റെ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം. മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഒരു ചെറിയ നടനാവണമെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷേ ശരിക്കും ജനങ്ങൾ ആണ് അദ്ദേഹത്തിനെ വലിയൊരു താരമാക്കിയത്. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ ആ സമയമായെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും TVK പാർട്ടിയും അനൗൺസ്മെൻറ്റും അദ്ദേഹം 2026 ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകളിലൊക്കെ സജീവമായിരിക്കുന്നത്. വിജയ് എന്ന താരത്തെ എന്തായാലും സിനിമ മിസ് ചെയ്യും. കാരണം വിജയനെ പോലെ ഒരു താരം നമുക്ക് നൽകിയിട്ടുള്ള തിയേറ്ററിക്കൽ മൂവ്മെൻറ്റ്സ് വളരെയധികം വലുതാണ്. ഒരുപക്ഷെ ആ സിനിമകളൊന്നും എത്ര വർഷം ട്രാവൽ ചെയ്യും, എത്ര വർഷം ആ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് അത് മുമ്പോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങൾ പലതായിരിക്കാം. പക്ഷേ തിയേറ്ററിക്കലി ഒരു താരത്തിൻ്റെ ഏറ്റവും പീക്ക് സെലിബ്രേഷൻ കണ്ടിട്ടുള്ളത് വിജയ് സിനിമകളിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരുപക്ഷെ രജനികാന്ത്, അജിത്ത്, അതിനോടൊപ്പം തന്നെ വിജയ് എന്ന താരം തമിഴ്നാട്ടിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന താരങ്ങളിൽ ഒന്നാണ്. ഉറപ്പായും അദ്ദേഹത്തെ മിസ് ചെയ്യും. പല ഇമോഷണൽ മൊമെൻറ്റുകൾ ഉണ്ടായിരുന്നു ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചിൽ. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലടക്കം പറയുകയുണ്ടായിരുന്നു. അത്രത്തോളം ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് അദ്ദേഹം മടങ്ങുകയാണ് സിനിമയിൽ നിന്നും. 2ാം ഇന്നിങ്സിന് എല്ലാവിധ ആശംസയും നേരി.